ഹലോ ഗൈസ്, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ വന്നതാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്സ് എന്ന് പറയാം. ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഇതെനിക്ക് നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഷടപടേന്ന് കഴിച്ചിട്ട് ഇറങ്ങണം. സോ സിമ്പിൾ ഓർഡർ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട, ചിക്കൻ കറി ആൻഡ് ബീഫ് ചോപ്സ്. നല്ല കോംബോ ആണ് ഗൈസ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഭയങ്കര അഫോർഡബിൾ ആണ് ഗൈസ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി ഗൈസ്, അതുകൊണ്ട് എല്ലാ ഫുഡ് വെറൈറ്റീസും ഡിസ്പ്ലേയിലില്ല. കുക്കിംഗ് ഇൻ പ്രോഗ്രസ് ആയിരുന്നു. സോ ഉള്ള ഡിഷസ് മാത്രമാണ് ഞാനിവിടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ അഫോർഡബിൾ ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ തട്ടുകടയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ എടുക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാൻ ഇവിടെ ഫുഡ് ട്രൈ ചെയ്തപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓക്കെ ഗൈസ്, നമ്മള് ഇവിടെ കഴിച്ചിട്ട് ഇപ്പൊ ഇറങ്ങാണ്. ഈ ചേട്ടനാണ് നമുക്കിന്ന് സെർവ് ചെയ്ത വളരെ അടിപൊളി സർവീസ് ആണ്. ചേട്ടന്റെ പേര് പറയാമോ? എന്റെ പേര് കമാൽ ബാസ. കമാൽ, എത്ര നാളായി ഇവിടെ? ഇവിടെ 2 വർഷമായി. താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ടയേർഡായിരുന്നു. എനിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ തട്ടുകടയിൽ കയറി ഭക്ഷണം പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അവിടുത്തെ വിശേഷങ്ങൾ പറയാനോ ക്യാപ്ചർ ചെയ്യാനോ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉച്ചയ്ക്കല്ല, ഞാൻ കുറച്ച് നേരത്തെ എത്തി. ഫുഡ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ക്രൗഡ് വന്നു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങി. പിന്നെ ഒരിക്കല് ആ തട്ടുകടയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തിടാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ ഫുഡും അവിടുത്തെ സർവീസും എല്ലാം നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഗ്ലാൻസ് തരാനായിട്ട്. അങ്ങനെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ തട്ടുകടയെ കുറിച്ച് കുറച്ച് പറയണമെങ്കിൽ അത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അവിടെ ആദ്യമായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമില് റീൽസ് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു തട്ടുകട ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയില്ല. അപ്പൊ റീൽസ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ അത് അന്വേഷിച്ചു പോയി. ആദ്യം പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവിടുത്തെ സർവീസും അവിടുത്തെ ഫുഡും എല്ലാം പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് അമേസിങ്. ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് അറിയില്ല. ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ തട്ടുകടയെ കുറിച്ച് ഇട്ടിട്ടുള്ള റീൽസ് ഒക്കെ എത്രമാത്രം സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അവിടുത്തെ സർവീസ്, നമുക്ക് അവിടുത്തെ സർവീസ് കാണുമ്പോൾ വീണ്ടും വീണ്ടും പോവാൻ തോന്നും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്ര എന്താ പറയാ, ഭയങ്കര ഹമ്പിൾ എന്ന് പറയില്ലേ, അതുപോലത്തെ സർവീസ് ആണ് അവിടുത്തെ. അപ്പോ ഇതാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ഈ തട്ടുകടയുടെ എക്സ്ക്ലൂസീവ് വ്ളോഗ് ഞാൻ ഒരു ദിവസം ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. Bye bye.